ചായക്കടയിൽ എത്തുന്നവർക്ക് നല്ല ചായക്കൊപ്പം അക്ഷരലോകവും തുറന്നിടുന്ന ഒരു ചായക്കടക്കാരനുണ്ട് കാസർഗോഡ്. നമുക്കിനി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അപൂർവമായ ചായക്കടയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മഞ്ചേശ്വരത്ത് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ഇവിടെ എത്തിയപ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. എന്താണെന്ന് നോക്കാം. മഞ്ചേശ്വരം ഉദ്യാവറിൽ ദേശീയപാതയുടെ സർവീസ് റോഡിനരികിലാണ് സുരേന്ദ്രയുടെ ചായക്കട. ചായയോ ജ്യൂസോ കാത്തിരിക്കുന്നതിനിടയിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതെങ്കിലും വായിക്കുകയും ചെയ്യാം. ചെറുകഥകളും നോവലുകളും ചരിത്രവും ഇതിഹാസ പുരാണ കൃതികളുമെല്ലാം സുരേന്ദ്രയുടെ ചായക്കട ലൈബ്രറിയിലുണ്ട്. വർഷങ്ങളായി വായനയോടുള്ള പ്രിയം കൊണ്ട് ചെറിയ വരുമാനത്തിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ശീലമുണ്ട് സുരേന്ദ്രയ്ക്ക്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകശേഖരം ഗ്രന്ഥശാല പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ ചായക്കടയിലേക്ക് മാറ്റി അടുക്കും ചിട്ടയുമുള്ള കുഞ്ഞു വായനശാലയാക്കി മാറ്റുകയായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ട് ഇൻട്രസ്റ്റ് എൻ്റെ അമ്മൻ്റെ പേരില്ല. അമ്മ പിന്നെ എൻ്റെ മോൻ. ഇപ്പം മോനില്ല, അവൻ കഴിഞ്ഞു പോയി. 5 വർഷമായി. അവൻ്റെ പേരിൽ ഈ സ്ഥാപനം നടത്തുകയുള്ളൂ. എന്തൊക്കെ ഇതിനെ ഇതാക്കുന്നത് അമ്മ ഇല്ല, അയാളും കഴിഞ്ഞു പോയി. അയാളും സ്ഥലമൊക്കെ പോയിട്ടില്ല. അമ്മ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിവ് കൊടുക്കണമെന്ന്. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദേശവാസികളുമെല്ലാം ചായക്കട ಲೈಬ್ರರಿയിലെ സ്ഥിരം സന്ദർശകരാണ്. ಇಲ್ಲಿ ನಮಗೆ ನೋಡುವಾಗ ಬಹಳ ಅದ್ಭುತವಾದಂತಹ ಪುಸ್ತಕಗಳು, ವಿಸ್ಮಯವಾಗುವಂತಹ ತುಂಬ ಪುಸ್ತಕಗಳು ಇಲ್ಲಿವೆ. ಆಗ ಇದು ಜನರಿಗೆ ಉಪಕಾರ ಆಗುವಂತೆ ಮಾಡಲಿಕ್ಕೆ ಇಲ್ಲಿ ಸೌಕರ್ಯದ ಅಭಾವ ಇದೆ. ಅದನ್ನು ಯಾರಾದರೂ ಇವರಿಗೆ ಸಹಾಯ ಮಾಡಿದರೆ ತುಂಬ ಅನುಕೂಲವಾಗ್ತದೆ. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കൃത്യമായി സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്തത് മാത്രമാണ് ഇപ്പോൾ സുരേന്ദ്രയുടെ വിഷമം. ഒരു ചായക്കടയും ലൈബ്രറിയുമായിട്ട് ഉള്ള കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കുട്ടികൾക്കും മറ്റ് എന്തിനു വേണ്ടിയിട്ടും പഠിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യാനും ഇതൊരു നല്ലൊരു, അതായത് കൂടുതൽ സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതൽ ആൾക്കത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. പൊതുവായിട്ട് എല്ലാവരും അറിയുന്നതാണെങ്കിൽ അത് കൂടുതൽ ഇവർക്ക് വേണ്ടുന്ന കൂടുതൽ സഹായങ്ങൾ കൊടുക്കുകയാണ്. ഇവർ ചായക്കടയിൽ നിന്നുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് വെച്ചിട്ട് ഇവർ അവരെ ആ വരുമാനത്തിൽ നിന്ന് വാങ്ങിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സഹായം ഉണ്ടാവുകയാണെങ്കിൽ. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള നിരവധി റഫറൻസ് ഗ്രന്ഥങ്ങൾ പുസ്തകശേഖരത്തിലുണ്ട്. മലയാളം, കന്നഡ, തുളു ഭാഷകളിലുള്ള പുസ്തകങ്ങളാണ് ചായക്കട ലൈബ്രറിയിലുള്ളത്. പുതിയ കാലത്ത് ഗ്രാമീണ മേഖലയിൽ വായനശാലകൾ കുറയുമ്പോൾ സുരേന്ദ്രയുടെ ഈ ചായക്കട ലൈബ്രറി അപൂർവങ്ങളിൽ അപൂർവമായ അക്ഷരനിധിയായി മാറുന്നു. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.